ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് 10-ാം ഉദയമാണല്ലോ. 10-ാം ഉദയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. മേടം 1-ന് വിഷു, അത് കഴിഞ്ഞാൽ പിന്നെ 10-ാമത്തെ ദിവസം 10-ാം ഉദയം. എല്ലാവരും വളരെ മംഗളകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ 10-ാം ഉദയ ദിവസമാണ്. വീട് പൂർത്തീകരിച്ച് പാല് കാച്ചുന്നതിനൊക്കെ ഏറ്റവും നല്ല ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ വീടിന് കല്ലിടുന്നത്, കട്ടള വയ്ക്കുന്നത് ഒക്കെ 10-ാം ഉദയത്തിന് ദിവസം കണ്ടെത്തും. ഏറ്റവും നല്ല മംഗളദായകമായ ഒരു ദിവസമായതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും കണക്കാക്കപ്പെടുന്നത്. പിന്നെ സൂര്യൻ ഉച്ചരാശിയിൽ നിൽക്കുന്ന ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഈ തെങ്ങൊക്കെ വയ്ക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ. തെങ്ങ് വാങ്ങി വെച്ചിട്ട് 10-ാം ഉദയത്തിൻ്റെ അന്നായിരുന്നു തെങ്ങൊക്കെ നടുന്നത്. എല്ലാ വൃക്ഷങ്ങളും നടാൻ പറ്റിയ ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ചില വീടുകളിലൊക്കെ പൊങ്കാല ഇടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലും അങ്ങനെ പൊങ്കാല ഇടുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ പൊങ്കാല ഇടും 10-ാം ഉദയത്തിൻ്റെ അന്ന്. ഇന്ന് തന്നെ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ പൊങ്കാല ഉണ്ടായിരുന്നു. കൃഷ്ണൻ്റെ അമ്പലത്തിൽ അവർ എല്ലാ വർഷവും 10-ാം ഉദയത്തിൻ്റെ അന്നാണ് അവിടെ പൊങ്കാല ഇടുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു ദിവസമാണ് 10-ാം ഉദയ ദിവസം. പിന്നെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ അമ്മുമ്മമാരൊക്കെ ഇങ്ങനെ അരി വറുത്ത് പൊടിച്ച് ഒരു ഇലയിൽ കൊണ്ടുവച്ച് പിന്നെ ഉമിക്കിരിയും ഈർക്കിലും ഒക്കെ കൊണ്ടുവച്ച് കിണ്ടിയിൽ വെള്ളമൊക്കെ കൊണ്ടുവെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഭൂമി ദേവിക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവെക്കുമായിരുന്നു. അതെനിക്കൊരു ചെറിയൊരു ഓർമ്മയുള്ളൂ. എൻ്റെ അമ്മമ്മയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. പിന്നെ നമ്മുടെ അമ്മയുടെ കാലമൊക്കെ ആയപ്പോഴത്തേനും അതൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും അത് പിന്തുടർന്ന് വന്നിട്ടുമില്ല, അതൊന്നും അറിയത്തുമില്ല. അങ്ങനെയൊന്നും എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോഴും അത്രയ്ക്ക് അറിയത്തില്ല. ഭൂമി ദേവിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്ന കണക്ക് എനിക്കൊരു തോന്നലുണ്ട്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കമൻസുകളായിട്ട് എഴുതണം കേട്ടോ. ചില നാടുകളിൽ ഇപ്പോഴും അതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെങ്ങും അങ്ങനെ ഇപ്പോഴും ആരും പുതിയ തലമുറക്കാർക്കൊന്നും അതിനെക്കുറിച്ച് ഒട്ടും അറിയത്തുകൂടിയില്ല. 10-ാം ഉദയം എന്തോന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരിക്കും. പിന്നെ പഴയ മുത്തശ്ശിമാരൊക്കെ ഉള്ള വീടുകളിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഇലയപ്പം ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ട്. ഇലയപ്പം അത് വാഴയിലക്കകത്ത് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങി കുട്ടത്തിൽ വെച്ച് നമ്മൾ ശർക്കര തേങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന വത്സൻ എന്ന് പറയും. ഇലയപ്പം എന്ന് പറയും, വത്സൻ എന്ന് പറയും. അത് എല്ലാ വീടുകളിലും ഈ 10-ാം ഉദയത്തിൻ്റെ അന്ന് ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ട്. അതിപ്പോഴും പിന്തുടരുന്നുണ്ട്. മിക്കവാറും വീടുകളിൽ 10-ാം ഉദയത്തിൻ്റെ അന്ന് ഇലയപ്പം ഉണ്ടാക്കും. അത് ശർക്കരയും തേങ്ങയും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരം. അതിങ്ങനെ നേദിക്കുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നായിരിക്കും പണ്ട്. ഇപ്പോൾ ആരും അങ്ങനെ നേദിക്കത്തൊന്നുമില്ല. ഉണ്ടാക്കുക, കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത്. അതുകൊണ്ട് 10-ാം ഉദയത്തിനെ അങ്ങനെയെങ്കിലും ആൾക്കാർ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതും മറന്നുപോയാൽ. പഴയ ആചാരങ്ങളൊന്നും ഇപ്പം നിലനിൽക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അത് തുടർന്നുകൊണ്ട് പോകാൻ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് പറ്റത്തുമില്ല. അതൊക്കെ കൊണ്ടായിരിക്കും. അന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ പറ്റി. ഇപ്പോൾ ഈ പഴയ രീതികളൊക്കെ പിന്തുടർന്ന് പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് അത് അങ്ങനെ പോട്ടെ. എങ്കിലും 10-ാം ഉദയത്തിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഓരോ നാട്ടിലും ഓരോരോ രീതികളിൽ 10-ാം ഉദയം ആഘോഷിക്കുന്നുണ്ടാവും. എന്നാലും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിൽ മിക്കവാറും ആൾക്കാർക്ക് അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് 10-ാം ഉദയം. രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഒരു വീടിന് പാല് കാച്ചുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല. എല്ലാവരും 10-ാം ഉദയം നന്നായി ആഘോഷിക്കട്ടെ എന്ന് കരുതുന്നു. ഇന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അന്നേരം അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിലുള്ളവരെങ്കിലും അതൊക്കെ ഒന്ന് 10-ാം ഉദയത്തിന് അമ്പലത്തിലൊക്കെ പോകാൻ കഴിയുന്നെങ്കിൽ അതൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ്, നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും അതിനൊന്നും പറ്റിയെന്ന് വരത്തില്ലല്ലോ. എന്നാലും എല്ലാവരും അതൊക്കെ ഒന്ന് ഓർക്കുന്നതെങ്കിലും നല്ലതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയിൽ 10-ാം ഉദയം ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളായിട്ടെങ്കിലും നമ്മൾ ഓർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ.